സ്വാമി ശരണമയ്യപ്പോ രസുതനേ ശരണമയ്യപ്പോ ഇല്ലാളി വീരനേ ശരണമയ്യപ്പോ വീരമണി കണ്ഠനേ ശരണമയ്യപ്പോ. കെട്ടി ഇറക്കിയിട്ടുണ്ട്. നടത്ത സ്റ്റാർട്ട് ചെയ്യണം. സ്വാമി ശരണയ്യപ്പോ. നടന്ന് കുറച്ചായിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ. പോത്തങ്കോട് പാറമോൾ എന്ന് പറയും. ഇവിടെ നിന്ന് ഇനി അടുത്ത വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ട്. വെഞ്ഞാറമൂട് കുറച്ച് ഇവിടെ റബ്ബറും കാടും ഇതൊക്കെയാണ്. എന്നിട്ടേ മെയിൻ റോഡിൽ കയറാൻ പറ്റുള്ളൂ. ഇന്ന് കൊട്ടാരക്കര പിടിക്കണമെന്നാണ് ലക്ഷ്യം. കൊട്ടാരക്കര ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരം ഒരു 9 മണിക്ക് മുമ്പ് കൊട്ടാരക്കര നടന്നെത്തണം. അപ്പൊ സ്വാമി ശരണം. മഞ്ഞ് മൂടി കിടക്കണല്ലോ സെറ്റായിട്ട്. പൊളിയല്ലേ. ഇവിടെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് ഇതിനകത്ത്, പാറമൂൾ ക്ഷേത്രം. നമ്മളിപ്പോൾ വെഞ്ഞാറമൂടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം മണി 8:15. ഇപ്പം വെഞ്ഞാറമൂട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും കാപ്പി പിടിക്കാൻ ഇറങ്ങണം. നമ്മളെവിടെ പോകുമ്പോഴേ സ്ഥിരമായിട്ട് കാണിക്കുന്ന അമ്പലമാണ്. വെഞ്ഞാറമൂട് കഴിഞ്ഞിട്ടൊരു 3 കിലോമീറ്റർ വരുമ്പോഴത്തേക്കൊരു ഭദ്രകാളി ക്ഷേത്രം റോഡ് സൈഡിൽ തന്നെ. അവിടെ കാണിക്കണം ചെന്നപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നു. ചേച്ചി എന്നിട്ട് പറഞ്ഞ് അകത്തിടേണ്ട എന്തോ കേസ് കിടക്കണം. ഇനി ഇവിടെ നിന്ന് 36 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കൊട്ടാരക്കര. ഇപ്പം സമയം 10:30. സമയം ഇപ്പം 11:30 കേട്ടോ. കിളിമാനൂർ ആറ് ഇപ്പുറത്ത് ഒരു കിലോമീറ്റർ നടന്നു വന്നിട്ടുണ്ട്. ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാൻ. ഒരു മരത്തിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് 1 മണിക്കൂർ ഒന്ന് കിടന്നിട്ട് ഇറങ്ങാം. നമ്മൾ നിലമേലായി എത്തിയിട്ടുണ്ട്. നിലമേൽ സമയം ഇപ്പോൾ 1:30 ആയേ. സമയം ഇപ്പോൾ 2 മണിയായേ. ഇനി ഇവിടെ നിന്ന് 27 കിലോമീറ്റർ ഉണ്ട്. കൊട്ടാരക്കരയ്ക്ക് 27 കിലോമീറ്റർ ഉണ്ട്. നടന്നെത്തുമെന്ന് അറിഞ്ഞൂടാ, എന്നാലും ശ്രമിക്കണം. സ്വാമി ശരണയ്യപ്പോ. ായിട്ടുണ്ട് ചടയമംഗലം. ആ കാണുന്ന ജടായുപ്പാറ. ഇന്നൊരു കൊട്ടാരക്കരയ്ക്ക് ഇനിയും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് 10-20 കിലോമീറ്റർ. ഇന്ന് ഒരുപാട് വൈകും അങ്ങ് എത്തുമ്പോഴത്തേക്ക്. ഒരു 10 മണിയൊക്കെ ആവുമെന്നാണ് തോന്നണത്. നമ്മൾ ആയൂർ എത്തിയിട്ടുണ്ട്. ആയൂരെത്തി. ഇനി ഇവിടെ നിന്നൊരു 17 കിലോമീറ്ററും ഉണ്ട് നടക്കാൻ കൊട്ടാരക്കരയ്ക്ക്. കൊട്ടാരക്കരയാണ് നമ്മൾ സ്റ്റേ. ഇപ്പം ആയൂർ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ഉണ്ട് കൊട്ടാരക്കര. 10-12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമായിരിക്കും. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റായിരുന്നു. വലിയ മഴയുമില്ല വെയിലുമില്ല. ഒരു അടഞ്ഞ ഒരു അന്തരീക്ഷമാണ്. വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എത്തും. ചൂടൊന്നും ഇല്ല, രക്ഷയില്ലാത്ത ചൂടാണ്. ഫംഗ്ഷൻ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊട്ടാരക്കര എത്തുമായിരിക്കും. വാളകമായി കേട്ടോ. വാളകം രാത്രിയാവുകൊണ്ട് മണി 6:30 6:35 കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. മണി ഇപ്പോൾ 11:30. അപ്പോൾ ഇന്നിവിടെ ഞാൻ സ്റ്റേ. നാളെ രാവിലെ ഇവിടെ നിന്ന് കുളിച്ച് റെഡിയായി ദർശനമൊക്കെ കണ്ടിട്ട് നേരെ ഇവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് ഇവിടെ നിന്ന് 37 കിലോമീറ്ററാണ് തോന്നുന്നു. 37 കിലോമീറ്റർ ഉണ്ട് പത്തനംതിട്ട.
ഇന്ന് നടന്നതിൻ്റെ അത്ര റിസ്ക് ഇല്ല. എന്നുവെച്ചാൽ ഇന്ന് ഏകദേശം 56 കിലോമീറ്റർ നടന്നില്ലേ. നാളെ കുറച്ച് നടന്നായി, 37 കിലോമീറ്റർ. പത്തനംതിട്ട സ്റ്റേ ചെയ്യാം. അതാണ് പരിപാടി. അപ്പോൾ സ്വാമി ശരണം.